രണ്ട് പ്രമുഖ സംവിധായകരാണ് ഇപ്പോൾ ഹൈബ്രിഡ് കഞ്ചാവുമായിട്ട് അറസ്റ്റിലായിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിലൊരു പരിശോധന എക്സൈസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. എറണാകുളം എക്സൈസ് വിഭാഗം അവർ ഇത്തരത്തിൽ രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കൊച്ചിയിലെ ഫ്ളാറ്റിലേക്ക് എത്തുന്നത്. അങ്ങനെ ഫ്ളാറ്റിലെത്തുന്ന സമയത്ത് ഈ രണ്ട് സംവിധായകർ, അതായത് ഖാലിദ് റഹ്മാനും ഒപ്പം തന്നെ അഷ്റഫ് ഹംസയ്ക്കും ഒപ്പം മറ്റൊരു സുഹൃത്ത്, അതായത് ഷാലിഫ് മുഹമ്മദ് എന്നീ 3 പേരാണ് ആ ഫ്ളാറ്റിലുണ്ടായിരുന്നത്. ഇവരുടെ പക്കൽ നിന്ന് 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇവർ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്, അതായത് ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതും എക്സൈസ് കണ്ടെത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തിരുന്നു. അല്പസമയം മുമ്പ് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇപ്പോൾ 3 പേരെയും ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായും കാണേണ്ടത് ഈ സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം സംബന്ധിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നതിനിടയിൽ അല്ലെങ്കിൽ വലിയ ആക്ഷേപങ്ങൾ തുടരുന്നിടയിലാണ് ഇപ്പോൾ 2 പ്രമുഖ സംവിധായകർ, അതായത് ഖാലിദ് റഹ്മാനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം അനവധി ചിത്രങ്ങൾ, ഹിറ്റായ അനവധി ചിത്രങ്ങൾ ഉണ്ട്. ഒപ്പം തന്നെ മറ്റ് പല, അതായത് ആലപ്പുഴ, ജിംഖാന അടക്കമുള്ള സിനിമകളുടെയൊക്കെ സംവിധായകനാണ് ഖാലിദ് റഹ്മാൻ. ഇതോടൊപ്പം തന്നെയാണ് അഷ്റഫ് ഹംസയും അറസ്റ്റിലായിരിക്കുന്നത്. ഈ 2 പേർക്ക് പുറമെ സുഹൃത്തായ ഷാലിഫ് മുഹമ്മദിനെ കൂടി എക്സൈസ് കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും എക്സൈസ് നിലവിൽ പറയുന്നത് ഇവർ പല തവണയായിട്ട് ഈ ഫ്ളാറ്റിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ലഹരി ഉപയോഗത്തിനായിട്ടാണ് എത്തിയിരുന്നത്.